അടിപൊളി ലുക്ക്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നമ്മൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ബാംഗ്ലൂർ വിസിറ്റിന്റെ 3ാം ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മാൾ ഓഫ് ഏഷ്യയിലേക്കാണ്. ക്യാബ് എത്തിയിട്ടുണ്ട്. നമുക്ക് ക്യാബിനുള്ളിലേക്ക് കയറാം. ആ റൂട്ട് മെട്രോ ഇല്ല. അങ്ങനെ നമ്മൾ മാളെത്തിയിരിക്കുകയാണ് ഗൈസ്, മാളെത്തിയിരിക്കുകയാണ്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് വെറും ഒരു മാളിൻ്റെ മുന്നിലല്ല, മാൾ ഓഫ് ഏഷ്യയുടെ മുന്നിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള മാളാണ് മാൾ ഓഫ് ഏഷ്യ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. വായോ. മാൾ ഓഫ് ഏഷ്യ കാണാൻ എക്സൈറ്റഡ് അല്ലേ? എക്സൈറ്റഡ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ കുറേ ഈന്തപ്പന ചെടികൾ നിൽക്കുന്നത് കാണാം. ലെഫ്റ്റ് സൈഡ് കാണുന്നത് അത് എല്ലാം ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റിനടുത്താണ് നമ്മുടെ മാൾ ഓഫ് ഏഷ്യ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ മുകളിൽ കുറേ ലൈറ്റിങ്സ് കാണാം. ഇത് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. മലവും വലിയ ഹാപ്പിയാണ്, ചാടി ചാടി നടക്കുന്നുണ്ട്. വാവ്, ഇതിനകത്തുള്ള കാഴ്ചകൾ അമേസിംഗ് ആണ് കേട്ടോ. ഇതേ മുകളിലേക്ക് നോക്കിയേ, നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ബ്രാൻഡുകൾ നമുക്ക് ലഭിക്കും. സാറ, ഗുച്ചി, നൈക്ക്, അഡിഡാസ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. കമോൺ ഗൈസ്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഗോൾഡൻ ഗൂസിൻ്റെ ഒരു ഷോറൂമാണുള്ളത്. അടിപൊളി ലുക്കാണ് ഇവിടെ കാണിച്ചു. അടിപൊളി ലുക്ക്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നമ്മൾ ഒരുപാട് മാളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ലുക്കും ഈ ഒരു ഫീല് ഒരു മാളിലും കിട്ടില്ല. നല്ല ചെരുപ്പുകളുടെ കളക്ഷൻ കാണുന്നുണ്ട്. ഡ്രസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അമേസിങ്. ഫിയോളെ കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേയാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത്. അതിൻ്റെ ആ സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടോ, വൈറ്റ് കസേരയും ടേബിളും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈലിങ്ങിലും ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. സൂപ്പറായിട്ടുണ്ടല്ലേ. നല്ല ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഗ്ലാസിൻ്റെ താഴോട്ട് നമുക്ക് നോക്കാം എന്താണ് കാണുന്നതെന്ന്. ഓ മൈ ഗാഡ്, നിങ്ങൾ നോക്കിയേ എന്ത് രസമാണ്. ഞാനിപ്പോൾ പറഞ്ഞു വേണേ നോക്കിയേ, നല്ല ഭംഗിയുണ്ട്. ഒരു ബോട്ടിൻ്റെ ഷേപ്പിലൊരു റെസ്റ്റോറൻറ്റ്. അത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ വിശദമായിട്ട് കാണാം കേട്ടോ. മുകളിൽ നിന്നുള്ള ലുക്ക് ഇതാണ്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ലൈറ്റിംഗ് ഒക്കെ കണ്ടോ, സൂപ്പർ അല്ലേ? ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. അത്ര സൂപ്പർ. നമ്മുടെ കണ്ണുകൾക്ക്, നമ്മൾ പറയില്ലേ, എന്താ പറയുക, കണ്ണുകൾക്ക് അത്രയും നമുക്ക് നോക്കി നിൽക്കാൻ തോന്നുന്ന സൂപ്പർ വ്യൂ ആണ് ഇവിടെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കളിക്കുന്ന കണ്ണമോൻ. മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുക. കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇതിനകത്തേക്ക് കയറിയപ്പോൾ. കുറച്ച് പ്ലാസ്റ്റിക് ചെടികളൊക്കെ കാണാം. എത്രത്തോളം ക്യാമറയിൽ ഇതിൻ്റെ ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുന്ന അത്രയും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മാള് എന്നാണ് പിള്ളേർ പറയുന്നത്. നമ്മുടെ കൊല്ലത്തെ SRM മാള് നമുക്ക് ഈ ഒരു മോഡലിൽ ചെയ്താൽ പോരെ? ഇതിനെക്കാട്ടി അടിപൊളിയാക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത്. ഒരു ടെഡിക്കുട്ടനെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ അതിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ബാക്ക് ഐക്കൺസ് ഓഫ് ലക്ഷറി. അച്ഛനും മക്കളോട് ഈദ് സ്പെഷ്യൽ പോസ്റ്റൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇടുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗർ സുജാർ മോഹൻ മുമ്പേ പോവാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാൽ മുമ്പേ പൊക്കെ അനിയുടെ ഷോപ്പാണ് കേട്ടോ. അനിയുടെ ബ്യൂട്ടി പ്രോഡക്ട്സും പെർഫ്യൂമും ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. എവിടെ ഒന്ന് ഡാൻസ് കളിക്കണം തോന്നിയാലും ഞാൻ അപ്പം ഡാൻസ് കളിക്കും കേട്ടോ. ചാനലിൻ്റെ ഒരു ഷോപ്പ് കാണാം. ഈ ഇടയ്ക്ക് ചാനലിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ണിവാവയുടെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നു. മാക്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ലക്ഷൂറിയസ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കേട്ടോ ഇത്. സൂപ്പർ വൈബാണ് കേട്ടോ. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിൽ നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. വരും.
ഗായ്സ്, ഇവിടെ കണ്ട മറ്റൊരു കാഴ്ചയാണ് ദേ ഇത് കണ്ടോ. അമേസിങ് അല്ലേ, ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് കോൾസ് വന്നുകൊണ്ടിരിക്കും. ഓരോ സ്റ്റുഡൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പോയത് സംസാരിക്കും. കണ്ണമ്മത്തെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഭംഗിയായിട്ട്, അതൊരു കോഫി ഷോപ്പാണെന്ന് തോന്നുന്നു. വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷോപ്പിൻ്റെ മുന്നിൽ ഒരു പൂച്ച ഇരിക്കുന്നുണ്ടോ, രസമുണ്ടല്ലേ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഗളിയിൽ നിന്ന് കണ്ടില്ലേ ഷിപ്പിൻ്റെ ഷേപ്പിലുള്ള റെസ്റ്റോറൻറ്റ്. അത് അടുത്ത് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. രസമുണ്ടല്ലേ. കോഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹാംസ്റ്റർ ലണ്ടൻ്റെ ഒരു ഷോപ്പാണ് നമ്മളീ കാണുന്നത്. പെൺകുട്ടികൾക്കുള്ള നല്ല ഷൂസും ഡ്രസ്സും ആക്സസറീസും ഒക്കെ ഇവിടെ ഉണ്ട്. പെൺമക്കളില്ലാത്ത വിഷമം എനിക്ക് വരുന്നത് പെൺകുട്ടികൾക്കുള്ള നല്ല ഡ്രസ്സുകൾ കാണുമ്പോഴാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പെൺമക്കളില്ലെങ്കിലും 2 പെൺമക്കൾ നമുക്കിനി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. നല്ല UK കോഫിയുടെ മണം വരുന്നുണ്ട്. അലൻസോളി ഫോഗുമാൻ. എനിക്ക് ബ്രാൻഡുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും കാശ് എന്തിനാ കളയുന്നതെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ ലൈഫിലൊരു മാറ്റം വരുള്ളൂ. കാര്യം ഞാൻ ആദ്യം ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണ് നോർമൽ ഫോണായിരുന്നു, ബ്രാൻഡൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രാൻഡിലേക്ക് മാറിയാലേ കൂടുതൽ നമ്മൾ ബ്രാൻഡിനെ അട്രാക്റ്റ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ആപ്പിളിൻ്റെ ഒരു ബ്രാൻഡിലേക്ക് മാറുന്നത്. കാര്യം മാറാൻ ഒരിക്കലും മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ജീവിച്ചതുകൊണ്ട് ബ്രാൻഡിലേക്കൊക്കെ കടക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. മെല്ലെ മെല്ലെ ബ്രാൻഡിലേക്ക് കടന്നു. ഇപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് വലുതാവണം, എങ്കിലേ നമ്മളിലേക്ക് പൈസയും വരുള്ളൂ കേട്ടോ. സ്റ്റാർബക്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. അതിൽ ആ സീറ്റിങ്ങും ഒക്കെ എന്ത് ഭംഗിയുണ്ട്, കൂടാരം പോലെ അല്ലേ. അത് കൊള്ളാം അല്ലേ. സ്റ്റാർബക്സിൻ്റെ കോഫി കുടിച്ചാലേ. ഓക്കെ, എനിക്ക് വാ സ്റ്റാർബക്സിൻ്റെ കോഫി എടുത്ത് പോവാം. ബക്സിൻ്റെ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കോഫിയും മഗ്ഗും നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ കോഫിയുടെ പാക്കറ്റൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ജോയ് കംസ് ഇൻ മെനി വേയ്സ് സ്റ്റാർബക്സ്. ഫുഡ് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രോയിസൻറ്റും ചിക്കൻ പഫും ചിക്കൻ ഇംഗ്ലീഷ് മഫിനും ഒക്കെ ഉണ്ട്. നോക്കാം പിള്ളേർക്ക് എന്താ വേണ്ടതെന്ന്. ഇതോ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ. കോൾഡ് കോഫിയോ? ആ ഓക്കെ, കോൾഡ് കോഫി ഓക്കെയാണ് ചേട്ടാ. നമുക്ക് അവിടെ പോയിരുന്നു കുടിക്കാവേ. അങ്ങോട്ട് പോയി, അവിടെ നല്ല വൈബുണ്ട്. ഈ കൂടാരത്തിനുള്ളിൽ സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്തിരിക്കാം. ഫുൾ ഫില്ലാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ നല്ല വൈബിൽ ആംബിയൻസിലിരുന്ന് കോഫി കുടിക്കാം. സൂപ്പർ കേട്ടോ, കൊള്ളാം, അടിപൊളി. എനിക്ക് സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ഇന്നലെ ആരോ പറഞ്ഞു, ടീച്ചറമ്മേ 35 വർഷമായി ഞങ്ങൾ ബാംഗ്ലൂർ വന്നിട്ട്, സലില എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ്, നമുക്കിവിടെ വന്നാൽ പിന്നെ പോകാൻ തോന്നൂല എന്ന് പറഞ്ഞു. ശരിക്കും ബാംഗ്ലൂരിൻ്റെ വൈബ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അമേസിങ്. 24 hours ഉണർന്നിരിക്കുകയാണ് ബാംഗ്ലൂർ. അപ്പോൾ ഈ മോൾ ഓഫ് ഏഷ്യയിൽ വന്നപ്പം അമേസിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു കോൾഡ് കോഫിയൊക്കെ കുടിച്ച് സ്റ്റാർബക്സിൽ ഇങ്ങനെ ഇരുന്ന്, ആ സ്റ്റാർബക്സിൽ ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മുകളിലേക്ക്. എന്തൊരു വൈബാല്. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ കോഫിയെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ സമയം നോക്കിയപ്പോൾ 2:30 ഉച്ചയ്ക്ക്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. വിശക്കുന്നില്ലേ? രണ്ടുപേരും ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക. അതെ അതെ. അപ്പോൾ ശരിക്കും ഞങ്ങൾ സമയം നോക്കിയപ്പോഴേ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ലഞ്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മളൊരു 10 മണിയൊക്കെ ആയി കഴിച്ചപ്പോൾ, അതുകൊണ്ട് തന്നെ വിശപ്പായിട്ടില്ല. പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് സ്ഥലങ്ങളോട് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇനി ഇരുന്നാൽ മതിയോ? പോവാം. ഒരുപാട് ബ്രാൻഡ് ഐറ്റംസിൻ്റെ ഷോറൂംസ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഇന്ത്യയിലും പുറത്തുള്ള എല്ലാ ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ഷോറൂംസ് ഈ മാളിനകത്തുണ്ട്. ഇവിടെ നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. കൊള്ളാം.
നല്ല വേഗം നല്ല വേഗം. വളരെ ഭംഗിയായിട്ടാണ് ഈ മാൾ സജ്ജീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന വലിയൊരു ബ്രാൻഡിൻ്റെ ഷോറൂമാണ്. ഡെനിമിൻ്റെയും അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ഐറ്റംസിൻ്റെ ഷോറൂമാണിത്. ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് ബെറ്റർ പറയാം. അതിമനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. റൂഫും സീലിങ്ങൊക്കെ അത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ ലൈറ്റൊക്കെ എന്ത് ഭംഗിയല്ലേ. വാവ്, അമേസിങ്. ഇത്ര വലിയ ലൈറ്റാന്ന് നോക്കി. നമുക്ക് ഓരോ മാളുകളും കാണുമ്പോൾ, നമുക്ക് ലുലു കാണുമ്പോൾ അത് ഭയങ്കര അതിശയമായിട്ട് തോന്നും. പക്ഷെ ഇവിടെ വന്ന് മാൾ ഓഫ് ഏഷ്യ കണ്ടപ്പോൾ അതിനേക്കാൾ നമ്മുടെ അതിശയം കൂടി. സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നിന്നുള്ള ലുക്ക് നോക്കിയേ, ആ ലൈറ്റ് അല്ലേ, സൂപ്പർ. കണ്ണമ്മ പോകുന്നുണ്ട്. ഡേതി മുമ്പേ പോയാടേ. ചേട്ടാ നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോവാവേ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. ഇത് സാറയുടെ ഷോറൂമാണ് കേട്ടോ. വലിയ നെടുനീളത്തിലുണ്ട് ഈ ഷോറൂം. അടിപൊളി ബ്രാൻഡാണ് സാറ. മേലുണ്ട് കേട്ടോ. അപ്പം മേലോട്ട് പോകാം. കറക്റ്റ് അറിയില്ല, പക്ഷേ ഒരു രക്ഷയില്ല. അതാണ് പറയാനുള്ളത് കേട്ടോ. ഈ ലൈറ്റ് നമുക്ക് എന്ത് ലെങ്കിലങ്ങ് താഴെ മുകളിലേക്ക് കയറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത്. ഇവിടെ എന്താളാന്ന് നോക്കിയേ. ഇവിടെ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ട് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ടർക്കിഷ് ഐസ്ക്രീം കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ നമുക്ക് ടർക്കിഷ് ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏത് ഫുഡ് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. നാഗാസ്, കബാബ്ജി, ഒത്തിരി ഷോപ്പുണ്ട്. നോക്കട്ടെ, നമുക്ക് KFC കിട്ടും, KFC കഴിക്കാം. നോക്കാം. ഓക്കെ, പാവം കൊച്ച്. വീണ്ടും പറ്റിച്ചു. നിങ്ങൾക്ക് ഏത് ഫുഡാണ് വേണ്ടത് നോക്ക് കേട്ടോ. ഇവിടെ ചൈനീസ് ഉണ്ട്, അതുപോലെ ആന്ധ്ര സ്പെഷ്യൽ ഉണ്ട്. അങ്ങോട്ട് ബിരിയാണി കുറേ ദിവസം കൊണ്ട് ബിരിയാണി അല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. പനീർ ടിക്ക റോള്, ആലു ടിക്കി ചാട്ട്, ചോലെ ഭട്ടൂരെ, വെജ് സ്റ്റാർട്ടർ പ്ലാറ്ററൊക്കെ ഉണ്ട്. നോക്കാം ഏതാണ്. ഇത് ഷെഫ് അജയ് ചോപ്രയുടെ ഷോപ്പാണ്. പ്ലാക്ക എന്നാണ് എഴുതിയേക്കുന്നത്. അടിപൊളി അല്ലേ. ആ പുറത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു വൈബ്. ശരിക്കും പറഞ്ഞാൽ ഫുഡ് നല്ല ടേസ്റ്റിയും നല്ല വൈബിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ അതിൽ പരം എന്ത് സന്തോഷമാണുള്ളത് അല്ലേ. ഇത് കാരിഗറി എന്ന് പറയുന്നൊരു ഷോപ്പാണ്. കാരിഗറി അല്ല, ബൈ ഷെഫ് ഹർപാൽ സിംഗ് സോഖിയുടേതാണ്. ഇവിടെ നല്ല പഞ്ചാബി ഐറ്റംസ് കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ കയറിയാലോ. UK പോകുമ്പോഴേ കാണുന്ന അതെ ആ സ്റ്റൈലിലാണ് കേട്ടോ. UK എല്ലാ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ഇതുപോലെയുള്ള പിന്നെ ബിയർ പാർലറും അതിനോടൊപ്പം ഫുഡും ഉണ്ടാവും. അപ്പോൾ നല്ല അമേസിങ് വൈബാണ് കേട്ടോ ഇവിടെ. എന്തോ ഇലയിൽ പൊതിഞ്ഞ ഒരു ഫുഡ് ഐറ്റം ഒക്കെ കാണാം. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ ബിരിയാണി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് സ്ഥിരം കഴിക്കുന്നില്ല, കുറേ ദിവസം കൊണ്ട് ബിരിയാണി കഴിക്കും. നമുക്ക് എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷെഫ് അജയ് ചോപ്രയുടെ സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇവർ വാഴയിലയിൽ പൊള്ളിച്ച് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മളെന്നും ബിരിയാണിയല്ലേ കഴിക്കുന്നത്. ഒരു ദിവസം കർണാടക ബിരിയാണി, ഒരു ദിവസം ആന്ധ്ര ബിരിയാണി. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ചിക്കൻ ബിരിയാണി നാട്ടിലഴിച്ചു. അപ്പോൾ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ എടുക്കാൻ വന്നില്ലയാണ്. ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, എടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. ഒരു 1.5 കിലോ വെയിറ്റ് വരും. അങ്ങനെ കണ്ണമ്മോൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ. അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തിയിരിക്കുന്നു. ചിക്കൻ പോലം ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര്. കണ്ണൻ മോന് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 ബിരിയാണി മേടിച്ചുള്ളൂ. കാര്യം കൂടുതൽ കഴിക്കത്തില്ല. ടീച്ചർ വളരെ കുറച്ചാണ് കഴിക്കുന്നത്. ബിരിയാണി കഴിക്കുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു പോളം ബിരിയാണിയാണെന്ന്. വാഴയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. സൂപ്പറായിരുന്നു കേട്ടോ. കഴിഞ്ഞ് നമ്മൾ മാളിൽ നിന്ന്
പുറത്തിറങ്ങാനുള്ള പരിപാടിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ മാൽ ഓഫ് ഏഷ്യയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ കബൺ പാർക്കിലേക്കാണ് പോകണം. നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ റിമി ടോമിയുടെ അനിയത്തിയും ഫാമിലിയും കണ്ടു. അങ്ങനെ അവരോടൊപ്പം കുറച്ച് നേരം സംസാരിച്ച് നിന്നു. അങ്ങനെ കുട്ടാപ്പിയും കമ്മണിക്കുട്ടിയും കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ കബൻ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇന്ന് ഈദ് കൂടെ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട്. നമുക്ക് കബൻ പാർക്കിലോട്ട് പോവാം. വരെ മക്കളെ വാ. അങ്ങനെ കബൻ പാർക്ക് ഉള്ളിലോട്ട് നമ്മൾ പോവുകയാണ്. ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. ചായ भी बता देना ചായ. നല്ല ഫ്രൈഡ് മോമോസ്, ചൂട് ഭയങ്കര ചൂടാട്ടോ, ചൂട് ഫ്രൈഡ് മോമോസും നല്ല അടിപൊളി ചായ കേട്ടോ. ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നു, നല്ല ടേസ്റ്റ്, നല്ല ചട്നി എത്തിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ബാ. അടിപൊളി. നമ്മൾ കബ്ബൻ പാർക്കിനകത്തേക്ക് കയറിയേക്കാണ്. ഇടത് സൈഡിൽ കുട്ടികൾക്കുള്ള കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ട്രെയിനും അതുപോലെ കുറേ റൈഡുകളുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഇരിക്കാനുള്ള ബെഞ്ചസ് ഒക്കെ കിടപ്പുണ്ട്. ഇന്ന് ഈദായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ട്രെയിനിൽ കയറാനുള്ള എൻട്രി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബാ, നമുക്ക് ട്രെയിനിൽ കയറാം. വായോ. ഇനി കയറാനുള്ളവരുടെ നീണ്ട നിരയാണ്. എൻ്റെ അമ്മോ, ഒരു കബോൺ പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ കളിയാക്കി പറയുന്നുണ്ട്. നമ്മൾ ട്രെയിനിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ. നമ്മുടെ ട്രെയിൻ വരുന്നേ. ഹയ്യട ഹയ്യ, ഹയ്യട ഹൈ, ഹയ്യട ഹയ്യ. കയറിക്കോ, മാറിക്കോ, മാറിക്കോ. അടുത്ത ട്രെയിനിൽ കയറാൻ ഇത്രയും എക്സൈറ്റ്മെന്റ് ഇല്ല കേട്ടോ. കബൻ പാർക്ക് എക്സ്പ്രസ്. മക്കൾ രണ്ടുപേരും ദേ ബാക്കിലുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിനിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തില്ല, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ ട്രെയിനിൻ്റെ പോന്നു. കുക്കു കുക്കു തീവണ്ടി, കുതിപ്പായും തീവണ്ടി, കുട്ടിന് ഞാനും പോരട്ടെ. അടിപൊളി. ഇതേ ഇതൊരു കുളം പോലെ ഉണ്ട്. ആർട്ടിഫിഷ്യലാണോന്ന് അറിയത്തില്ല. ഇതിന് നടുക്കായിട്ടൊരു പാലമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ബോട്ടുണ്ട് കേട്ടോ. ബോട്ട് ദേ അവിടെ വരുന്നുണ്ട്. അമേസിങ് കേട്ടോ. അയ്യോ, നമ്മൾ തുരങ്കത്തിലേക്ക് കയറുകയാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ തുരങ്കത്തിലേക്ക് എൻ്റർ ആകുന്നത് കാണാം. എല്ലാവരുടെ കൂടെ പോയി. ഞാൻ വിചാരിച്ചു ബൈ ബൈ, ചാ. അയ്യോ, ഏക്കർ കണക്കിന് ഏരിയയിൽ പരന്ന് കിടക്കുകയാണ് പാർക്ക് കേട്ടോ. നമ്മൾ ഇന്ന് മൊത്തം കറങ്ങി തരുമോയെന്ന് അറിയില്ല, നോക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട് കേട്ടോ. ബെല്ല് എൻജോയ് ലൈഫ് ലൈക്ക് എ സ്മോൾ ചൈൽഡ്. നിറയെ ആളുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റേഷൻ എത്താറായെന്ന് തോന്നുന്നു. ഇതിൽ ഒരുപാട് ആളുകൾ വാക്കിങ്ങിന് പോകുന്ന കാണാം. ഇവിടെ വലിയൊരു ബോട്ട് ഷേപ്പിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളത്. സൂപ്പർ. നമ്മൾ നമ്മളുടെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗായ്സ്. സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇറങ്ങാൻ മനസ്സ് വരുന്നില്ല. ആയിരുന്നു ട്രെയിൻ എക്സ്പീരിയൻസ്. അടിപൊളി, സൂപ്പർ ആയിരുന്നു. സൂപ്പർ. ഇനി ഇന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത ബാച്ച് ദേ കയറുന്നുണ്ട്. നമ്മൾ കുൽഫി കുടിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ കുൽഫിയെ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഒരു സ്റ്റുഡൻറ്റും ഫാമിലിയും മീറ്റ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ കുറേ നേരം അവരോട് സംസാരിച്ചിരുന്നു. ഹായ്, നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോവാം. ഓല താഴെ വന്ന് വെയിറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടി. താഴോട്ട് പോവാം. ലിഫ്റ്റിനടുത്ത് വന്ന് നിൽക്കുമ്പോൾ ലിഫ്റ്റ് തുറന്നില്ലെങ്കിൽ അപ്പ പറയണം ഖുൽജാ സിം സിം, ഖുൽജാ സിം സിം. അപ്പ ലിഫ്റ്റ് തുറക്കും. അങ്ങനെ ഗൈസ്, നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എത്തിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. പലതരം കടകളുണ്ട് ഇവിടെ. തുണിക്കടയായാലും
മിഠായി കടയായാലും ചിലതൊക്കെ അടച്ചു പോയില്ലേ, കുറച്ചൊക്കെ അടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചെരുപ്പിൻ്റെയൊക്കെ കട കാണുന്നുണ്ട്. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയെന്നാണ് തോന്നുന്നത്, കുറച്ച് കടയൊക്കെ അടച്ചു തുടങ്ങി. ചെരുപ്പുകൾ, നല്ല ചെരുപ്പുകൾ ഇരിക്കുന്ന കണ്ടുകൊണ്ട് കയറിയതാണ്. എനിക്ക് ഫ്ലാറ്റ് ചെപ്പൽസാണ് വേണ്ടത്. അപ്പോൾ നോക്കട്ടെ, നല്ല ചെപ്പൽസ്. ഓക്കെ, ഇതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലോ, നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. നന്നായിട്ടില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ വാങ്ങാൻ പോവുകയാണ്. നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ മോഡൽസ് കണ്ടിട്ടില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാം. और कलर्स दिखाइए भैया. वो ग्रीन अच्छा लग रहा है. अय्या ये ग्रीन दिखाइए. ഞാനിപ്പോൾ 2 ചെരുപ്പുകൾ എടുത്തു കേട്ടോ. ഒന്ന് ഈ ബ്രൗണും ഒന്ന് ഈ നീലയും. രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ഫ്ലാറ്റ് ചെപ്പൽസാണ് യൂസ് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഹീൽസ് ഒട്ടും ഉപയോഗിക്കരുതെന്ന്. നമുക്ക് ഒരു ബ്ലെസ്സിങ്സ് ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നുകൊണ്ടേ. അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ പഞ്ചാബി ഇതുകൂടെ വാങ്ങിക്കാം. ചെരുപ്പ് വാങ്ങിക്കാനുള്ള പ്ലാനിൽ വന്നതല്ല, നാട്ടിൽ കിട്ടാത്ത മോഡലായതുകൊണ്ട് സെലക്ട് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, ചെരുപ്പ് മേടിച്ച് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങുവാണ്. ഒരുപാട് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഷോപ്പുകൾ ഓൾമോസ്റ്റ് അടയ്ക്കാറായി, കാരണം ഇന്ന് ഈദായതുകൊണ്ട് ഷോപ്പുകൾ നേരത്തെ അടയ്ക്കുമെന്നാണ് ആ കടക്കാരൻ നമ്മളോട് പറഞ്ഞത്. ഇവിടെ ബാറ്റയുടെ ബ്രാൻഡഡ് ഷോറൂംസ് ഒക്കെ ഉണ്ട്. പല പല ബ്രാൻഡുകൾ ഇവിടെ ലഭ്യമാണ്. കീര ദോ ദേന അഭി ദോ മസാല ഡാൽക്കേ. ഇതെന്തു കേട്ടോ, പാക്കാണോ? ഇത് തന്നെ കീര ഭംഗിയായിട്ട് തൊലി കളഞ്ഞിട്ട് അതിലിനി മസാല ചേർത്ത് തരും. ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി അതിൽ മസാല ചേർക്കും. മസാല കുടയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇവിടെ മാന്യവറിൻ്റെ ഷോറൂമും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ലൂയിസ് ഫിലിപ്പിൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. ഇത് ശ്രീനഗർ ഹാൻഡ്ലൂം ഡ്രസ് മെറ്റീരിയൽസ് ആൻഡ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആണ്. ഒരുപാട് വെറൈറ്റി ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. മാക്സിൻ്റെ ഒരു ഷോറൂം കണ്ടിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാം. അമലുവിന് ഡ്രസ്സ് മേടിക്കാം. അങ്ങനെ കണ്ണനും അമലുവിനും അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തു, പാക്ക് ചെയ്തു. താങ്ക് യു. മക്ഡൊണാൾഡിൻ്റെ ഒരു ഷോപ്പ് കണ്ട് നമുക്ക് കയറാം. വാ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തി. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ റൂമിലേക്ക് പോയി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ. ടീച്ചറമ്മയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് പെട്ടെന്ന് വരാം. ടാറ്റ, ബൈ ബൈ, ലവ് യു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.